വെളിയിൽ മഴയുണ്ടടാ. ഇതിനെ കാണിക്കണേ. എന്നാ ഈടാ മനു, നിനക്ക് ഈ ഉറക്കത്തിലും തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളൂ. എടാ എന്നിട്ട് ഈ ശരീരത്തിലൊന്നും കാണണല്ലോ, നീ എന്നെ തിന്നണേ. മര്യാദക്ക് ഒരു സ്വപ്നം കണ്ട് സമ്മതിക്കാനാ. നീ എന്നാ സ്വപ്നം കണ്ടേ? ബട്ടർ ചിക്കൻ കഴിക്കണം സ്വപ്നം കണ്ടോണ്ടിരിക്കുക. ഞാൻ നീ സ്വപ്നം കണ്ട് ബട്ടർ ചിക്കൻ, നീ പോയി ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോയാലും ശരി പൊക്കളാ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടീം യുവ സ്റ്റാർട്ട് ആൻഡ് ന്യൂയോർക്കിന്റെ ഓണാശംസകൾ. ഈ തൂപ്പാറ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വിഭവം എന്താണെന്ന് എല്ലാവർക്കും പ്രേക്ഷകർക്ക് അറിയാം. അപ്പം ബട്ടർ ചിക്കൻ അല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു വളരെ എളുപ്പമുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന രുചികരമായ ഒരു ബട്ടർ ചിക്കൻ. അപ്പൊ നമുക്ക് ആ പാചകത്തിന്റെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബട്ടർ ചിക്കൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രേക്ഷകരോടൊന്ന് പറയാം. ശരി, നമ്മള് ബട്ടർ ചിക്കൻ ഉള്ളു. അപ്പൊ ചിക്കൻ എന്താണെങ്കിലും വേണം. ചിക്കൻ ഒരു ബോൺലെസ് തൈ ആണ് ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു 3-4 പേർക്ക് കഴിക്കാനായിട്ടാണ് ഒരു 4 കഷ്ണം ചിക്കൻ തൈ മതിയാവും, ബോൺ ഇല്ലാത്തത്. അപ്പൊ ഒരു ഈ മീഡിയം അല്ല, ചെറിയ കഷ്ണത്തിന് ഈ ഒരു സൈസിന് അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടിയത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 5-6 പച്ചമുളക് പുളർന്നത്, പിന്നെ ഒരു പിടി മല്ലിയില, പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞത്, പിന്നെ വേണ്ടിയത് ചെറിയ ജീരകം, വലിയ ജീരകമല്ല ചെറിയ ജീരകം, അതൊരു 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് ഹെവി ക്രീം, ക്ലോസപ്പ് കാണിച്ചു തരാം. ഹെവി ക്രീം, പിന്നെ വേണ്ടിയത് ടൊമാറ്റോ കെച്ചപ്പ് അല്ലേ, ടൊമാറ്റോ കെച്ചപ്പ് വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാണ്. ഇതിന്റെ മെയിൻ ആയിട്ട് ആ ഒരു രുചി വരാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഫെനുഗ്രീക്ക് എന്ന് പറയും, ഫെനുഗ്രീക്ക്. അപ്പൊ ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ഇത് ആവശ്യമുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി. ഞാനിപ്പോ ഇത്രയും ചിക്കൻ ഒരു ടീസ്പൂൺ ഇടുന്നുള്ളൂ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊരു 1 ടീസ്പൂൺ. അതുകൊണ്ട് എടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. എടാ ചീഫേ, സോറി ചീഫേ, അടുത്ത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് പാത്രം ചൂടാക്കി. അപ്പൊ എണ്ണ ഒരുമാതിരി ചൂടാക്കിയപ്പോഴത്തേനും ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ നമ്മൾ ഒരു 5-6 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഏകദേശം എത്ര നേരം എടുക്കുമല്ലോ? ഇതിപ്പോ നമ്മൾ ചെറിയ കഷ്ണമായിട്ടല്ലേ ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്തേക്കണം. അപ്പൊ അതുകൊണ്ട് ഒത്തിരി നേരം ചെയ്യേണ്ട, ഒരു 6 മിനിറ്റ് മതിയാവും ഫ്രൈ ആക്കിയെടുക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 6 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് ആദ്യം. പിന്നെ ഇനി ചെയ്യേണ്ടത് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ ഒരു 6 മിനിറ്റ് ഫ്രൈ ആയി കഴിഞ്ഞു. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പൊ ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഉള്ളത് നമ്മൾ ഈ എണ്ണയ്ക്കകത്തേക്ക് ഇടുന്നു. ജസ്റ്റ് സ്റ്റൈലൊന്ന് ചൂടാവാൻ പാത്രം ഒന്ന് ആക്കി കൊടുക്കുന്നു. അതുകൊണ്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു സവോള ചൂടാക്കി വെച്ചിട്ടിരിക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കും. ഒരു സവോള ഒരു 3 മിനിറ്റ് വഴറ്റി കഴിഞ്ഞു. ഇതിനകത്തേക്ക് നമ്മൾ
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ഏകദേശം ഒരു ടീസ്പൂൺ കൂടെ ഉണ്ട് ബാക്കി. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തു. ഇനി ബാക്കിയുള്ളൊരു ഈ ഇരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇതൊരു 2-3 മിനിറ്റ് കൂടെ മാറ്റുക. അടുത്തതായിട്ട് ഈ ഫെനുഗ്രീക്ക് ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതിനകത്തൊക്കെ ആഡ് ചെയ്യാം. അടുത്ത് ആഡ് ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി, ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ എഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മുഴുത്ത തക്കാളിയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ചീഫ് ഷെഫ്, നമ്മൾ സാധാരണ ബട്ടർ ചിക്കനിൽ ഒരുപാട് ഗ്രേവി കാണാറുണ്ട്. ഇതിനകത്ത് ഇതുവരെ ഗ്രേവി ഒന്നും കണ്ടില്ലല്ലോ? ഇല്ല, കാണാൻ വഴിയില്ല. കാരണം ഞാൻ അതിനകത്ത് വെള്ളം ചേർത്തില്ലല്ലോ. ഞാൻ അതിനകത്തൊരു നമ്മുടെ ഏകദേശം ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ഞാനിപ്പോ ഒരു ഗ്ലാസ് ആണ് വെള്ളം ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകും. അപ്പൊ വെള്ളമാണ് ഗ്രേവി ആയിട്ട് വരുന്നത്. മാറാൻ പോകും. ഓക്കെ, ഇനി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് കൂടെ തിളപ്പിക്കും. അതാണ് ഇതിന്റെ അടുത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഷെഫ്, നമ്മൾ അടുത്തത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പോ വെള്ളം ചേർത്ത് ഇപ്പൊ ഒരു 2 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതൊന്നൊരു കുറച്ചൊന്ന് ആറ് കഴിയുമ്പോൾ നമ്മുടെ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അരച്ചെടുക്കും. നമ്മള് അടുപ്പില് തീ വെച്ചു. അല്ല, ബട്ടർ ചിക്കന് ബട്ടർ വേണ്ടേ? പ്രേക്ഷകരെ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ബട്ടർ ചിക്കന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആയ ബട്ടർ ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം ബട്ടർ നമ്മൾ ആദ്യം ഈ ചൂടായ പാനിലേക്ക് ഇടുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എടാ, ഇത് നീ വറുത്ത് വെച്ച ചിക്കനാണോ ബട്ടറിന്റെ? ബട്ടർ വറുത്ത് വെച്ചിരുന്ന ചിക്കനാണ്. അത് നീ അവിടെ വെച്ചത്. അപ്പൊ നമ്മൾ ഈ ബട്ടർ ഒരുമാതിരി ചൂടായി കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ആഡ് ചെയ്യും. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം. നമ്മൾ ഈ ബട്ടർ ചൂടായി കഴിഞ്ഞു. അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മിക്സിയിൽ കുറെ ഈ ഗ്രേവി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഗ്രേവി വേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ചാറൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കഴിഞ്ഞു. ആ ഗ്രേവി കുറുകി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്തേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇടണം. ഇപ്പോൾ ഒരുമാതിരി നമ്മളിത് തിളച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചേർക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, ഏതെങ്കിലും ടൊമാറ്റോ കെച്ചപ്പ്. അതൊരു നിറത്തിനും പിന്നെ ഒരു ചെറിയൊരു മധുരം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത ശേഷം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മുടെ വാങ്ങിച്ചിരിക്കുന്ന ഹെവി ക്രീം ചേർത്തിട്ട് ഒത്തിരി നേരം തിളപ്പിക്കരുത്. ജസ്റ്റ് ചേർത്ത് അപ്പോൾ തന്നെ നമ്മൾ ഈ ക്രീം ചേർക്കുന്നതിന്റെ ആ ഒരു പർപ്പസ് എന്താന്ന് പറയാമോ? അത് മെയിനായിട്ട് നമ്മൾ ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ക്രീമി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ക്രീം ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കരുത്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കെച്ചപ്പ് ചേർത്തു, 1 മിനിറ്റ് തിളപ്പിക്കുന്നു. ഹെവി ക്രീം ചേർത്ത ശേഷം അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 1 മിനിറ്റായി. രുചികരമായ ബട്ടർ ചിക്കൻ റെഡിയായിരിക്കുന്നത് നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം കുക്ക് ചെയ്യാൻ എത്ര സമയം എടുത്തു? അരമണിക്കൂർ അല്ലേ? അതിൻ്റെ അപ്പോൾ വളരെ എളുപ്പത്തിൽ ആരെങ്കിലും വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്യാനും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വിഭവമാണ് അല്ലേ? നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊരു മല്ലിയിലയുടെ ഫ്ലേവർ എപ്പോഴും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിന് എപ്പോഴും നല്ലൊരു രുചി കൂട്ടുകയും അതുപോലെ തന്നെ നമുക്ക് കാണാനൊരു ഭംഗി കൂട്ടും. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ആ ഒരു ഷോ മാത്രമല്ല, രുചിയും കുറച്ച് കൂടും. ബട്ടർ ചിക്കൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്, അടിപൊളി, സൂപ്പർ. സന്തോഷമായിരിക്കും എനിക്കും. അപ്പോൾ പ്രേക്ഷകർക്കും സന്തോഷമായാലും
ഇവർക്ക് എന്തായാലും സന്തോഷം. അപ്പൊ നിങ്ങൾ ഇത് വീട്ടിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവമാണ്. അപ്പോൾ ടീം യുവ സ്റ്റാൻഡ് യുവർക്കിന്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും വീണ്ടും കാത്തിരിക്കുക.